ഹായ് ഹലോ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു ഫ്യൂച്ചർ പ്ലസ് അക്കാദമി. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിന്റെ ഒരുപാട് പുതിയ കോഴ്സുകൾ വരുന്നതായിട്ടുള്ള അപ്ഡേറ്റ് നമ്മൾ മുന്നേ തന്നിരുന്നു. കുറെ പുതിയ കോഴ്സുകൾ BCA പോലുള്ള കോഴ്സുകളൊക്കെ വന്നതിന്റെ ഒരു അപ്ഡേറ്റ് നമ്മൾ തന്നിരുന്നു. അതിന്റെ അപ്ലിക്കേഷൻസ് ഒക്കെ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, അതായത് അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഇന്ന് മനോരമയിൽ വന്ന ഒരു പുതിയ ന്യൂസ് കട്ടിംഗ് ആണ്. ഇറ്റ്സ് ഓൾ അബൌട്ട് റിഗാർഡിംഗ് ന്യൂ കോഴ്സസ്. ഓക്കെ, അപ്പം അതില് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് വന്നൊരു കാര്യത്തെക്കുറിച്ച് പറയാം. ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാല 16 ബിരുദ പ്രോഗ്രാമുകൾ 4 വർഷമാക്കും എന്നുള്ളത്. നമ്മൾ എന്താണ് 4-ഇയർ ഡിഗ്രി എന്നുള്ളതിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പൊ ആ ന്യൂസ് കട്ടിങ്ങിൽ പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞുതരാം. ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാലയുടെ 16 ബിരുദ പ്രോഗ്രാമുകളും അടുത്ത വർഷം അധ്യയന വർഷം മുതൽ 4 വർഷമാക്കും എന്നുള്ളത് പറയുന്നു. ബിരുദാനന്തര ബിരുദ പ്രോഗ്രാമുകളുടെ തിരഞ്ഞെടുത്ത ഒരു കോഴ്സിന് ഈ വർഷം ഓപ്പൺ ബുക്ക് പരീക്ഷ നടപ്പാക്കും. അതായത് വിദേശ സർവകലാശാലകളിലൊക്കെ ബുക്ക് നോക്കി എഴുതാം എന്നുള്ളൊരു സിസ്റ്റം ഉണ്ട്. അപ്പൊ അത് ഇവിടെയും കൊണ്ടുവരുന്നു എന്നുള്ളതാണ്. അതാണ് ഓപ്പൺ ബുക്ക് പരീക്ഷ എന്ന് പറയുന്നത്. വരും വർഷങ്ങളിൽ കൂടുതൽ കോഴ്സുകളിലേക്ക് വ്യാപിപ്പിക്കും. കമ്പ്യൂട്ടർ അധിഷ്ഠിത ഓൺ സ്ക്രീൻ മൂല്യനിർണ്ണയവും പരീക്ഷകൾക്ക് ക്വസ്റ്റ്യൻ ബാങ്കും ഏർപ്പെടുത്തും. സർവകലാശാല സ്റ്റുഡൻസ് യൂണിയൻ ഈ വർഷം നിലവിൽ വരും. ആർട്സ് ഫെസ്റ്റിവൽ മാർച്ച് 2, 3 തീയതികളിൽ കൊല്ലത്ത് നടക്കും. അടുത്ത വർഷം മേഖലാ സർവകലാശാല അടിസ്ഥാനത്തിൽ കലോത്സവം നടത്തും എന്നുള്ളതാണ്. അപ്പം യൂണിവേഴ്സിറ്റിനെ കുറിച്ചുള്ള പുതിയ കുറച്ച് അപ്ഡേറ്റുകളാണ് ഈ ഒരു ന്യൂസ് കട്ടിങ്ങിൽ വന്നിട്ടുള്ളത്. അപ്പൊ അവരുടെ 16 ഡിഗ്രി പ്രോഗ്രാമുകൾ അടുത്ത വർഷം മുതൽ 4 വർഷമാക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ കമ്പ്യൂട്ടർ അധിഷ്ഠിത ഓൺ സ്ക്രീൻ മൂല്യനിർണ്ണയം, അതായത് നമ്മൾ പല എൻട്രൻസ് ടെസ്റ്റുകളും നമ്മൾ അതായത് നമ്മൾ കമ്പ്യൂട്ടർ ഓറിയന്റഡ് ആയിട്ട് ചെയ്യുന്നുണ്ടല്ലോ, അതുപോലെ ആക്കും എന്നുള്ളത് പറയുന്നു. അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ ബാങ്ക്സ് യൂണിവേഴ്സിറ്റി പുറത്തിറക്കും എന്ന് പറയുന്നു. അതുപോലെ തന്നെ ഒരു സാധാരണ യൂണിവേഴ്സിറ്റികൾ അല്ലെങ്കിൽ ഒരു കോളേജുകളിൽ നമ്മൾ പഠിക്കുമ്പം എങ്ങനെയാണോ നമുക്ക് അവിടെയുള്ള അതർ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് അതെല്ലാം ഇനിയുള്ള വർഷം മുതൽ അവർ ഫോളോ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ വർഷം ആർട്സ് ഫെസ്റ്റിവൽ നടക്കുന്നതായിട്ട് നമ്മൾ മുന്നേ നോട്ടിഫിക്കേഷൻ തന്നിരുന്നു അല്ലെ. 2, 3 തീയതികളിലാണ് കൊല്ലത്ത് വെച്ച് നടക്കുന്നത്. അപ്പൊ ഇപ്രാവശ്യം എല്ലാവരും ആ യൂണിവേഴ്സിറ്റി ആസ്ഥാനത്ത് പോകണമെങ്കിൽ അടുത്ത വർഷം മുതൽ നമ്മളിപ്പം A സോൺ B സോൺ കലോത്സവങ്ങൾ പോലെ ഓരോ മേഖലാ അടിസ്ഥാനത്തിൽ അവർ കലോത്സവങ്ങൾ നടത്തി എന്നിട്ട് അത് അവിടെ ഫൈനലിലേക്ക്, അതായത് യൂണിവേഴ്സിറ്റി ആസ്ഥാനത്ത് നടത്താനുള്ള പദ്ധതികളൊക്കെയാണ്. അപ്പൊ അവരുടെ പുതിയ പുതിയ പ്രോഗ്രാമുകളെ കുറിച്ചുള്ള ഒരു അപ്ഡേറ്റ് ആണ് പറയുന്നത്. എന്തായാലും നമുക്കൊരു ശുഭപ്രതീക്ഷയുണ്ട്. ഇത്തരത്തിലൊരു ഓപ്പൺ യൂണിവേഴ്സിറ്റി, കേരളത്തിന്റെ സ്വന്തം ഒരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ഒരുപാട് കാര്യങ്ങളിൽ അവർ ഓരോ വർഷം കൂടുമ്പോഴും പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളത് കേട്ടോ. അപ്പൊ ദിസ് ഇസ് എ റിമൈൻഡർ ഫോർ ഓൾ ഓഫ് യു. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.